ബിഗ് ബോസിലെ ഓരോരുത്തർക്കും ആത്മപരിശോധന നടത്താനുള്ള ഒരു സമയമാണ്, ടാസ്ക് ആണ്. സ്വന്തം ഒരു കണ്ണാടി നോക്കി നമ്മളെ തന്നെ പരിശോധിക്കുക. ബിഗ് ബോസിലെ ജീവിതവും നമ്മുടെ പുറത്തെ ജീവിതവും എല്ലാം കൂടി ചേർത്ത് ഒരു ആത്മപരിശോധന. ആരായിരിക്കും ഏറ്റവും നന്നായിട്ട് നമ്മുടെ കപ്പിലേക്കുള്ള ബിഗ് ബോസ് സീസൺ 6 കപ്പിലേക്ക് ഫോക്കസ് കൊണ്ടുവരുന്നത് ആരായിരിക്കും? കളിക്കളം എന്ന് പറഞ്ഞ ടാസ്ക് നടന്നായിരുന്നു. ആരാണ് ജയിച്ചത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിരിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ 2 ആഴ്ചയും കൂടി ഇനി ബാക്കിയുള്ളൂ. ഇനി നമ്മൾ നിൽക്കേണ്ട നമ്മളെല്ലാവരും പടി കയറി പോവുകയാണ്. ഇനി ആ പടിയിൽ നിന്ന് ഒരിക്കൽ താഴോട്ട് ഇറങ്ങാൻ നിൽക്കരുത്. എപ്പോഴും മേലോട്ട് കയറിപ്പോണം. ആ ഒരു സമയമാണിത്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ മേലേക്ക് കയറും. ഇപ്പോൾ നമ്മുടെ സീസൺ 6 അതൊക്കെ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ താഴോട്ട് ഇറങ്ങുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ചില ആൾക്കാർ മേലോട്ട് കയറുന്നു. മേലെ നിൽക്കുന്ന ആൾക്കാർ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പക്ഷെ ഒരിക്കലും താഴോട്ട് പോവാൻ നോക്കരുത്, താഴോട്ട് പോകാൻ ശ്രമിക്കരുത്, താഴോട്ട് പോവരുത്. അപ്പോൾ ഒരു ടാസ്ക് നടന്നായിരുന്നു, കളിക്കളം എന്ന് പറഞ്ഞ ടാസ്ക്. ഇവിടെ ജാസ്മിൻ നേരത്തെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് സിബിൻ്റെ കാര്യമൊക്കെ, വൈൽഡ് കാർഡുകളുടെ കാര്യം പറഞ്ഞു. സിബിൻ നന്നായിട്ട് തന്നെ എനിക്കെതിരെ ഗെയിം കളിച്ചു, എന്നെ യൂട്ടിലൈസ് ചെയ്തു. ആ ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്ത് ഗെയിം കളിച്ചു എന്നൊക്കെ. അത് കഴിഞ്ഞ കളിക്കണം എന്നൊരു ടാസ്ക് വന്നു കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ മാമ്പഴം സീസൺ ആണല്ലോ, മാമ്പഴമാണ് ഇതിൻ്റെ പ്രൈസ്. അതായത് 4 ടീമായിട്ട് തിരിയാം, 2 പേര് വെച്ചിട്ട് 5 മിനിറ്റേ ഉള്ളൂ. ഒരു കളമുണ്ട്, ഒരു കളത്തിലൊരു ബോൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവമില്ല, ആ സംഭവം തന്നെ. പക്ഷേ ഒരാളുടെ ഒരു കൈയും മറ്റാളുടെ ഒരു കൈ ഉപയോഗിക്കുക. കയറ് വെച്ചിട്ടുണ്ട്, ഈ കയർ ഈ കളത്തിൽ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ആ ബോളിനെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരണം. ഇതാണ് ഗെയിം. അപ്പോൾ ഇവിടെ ജോഡികളായത് അഭിഷേക് ഋഷി, ശശി കോംബോ, സായി സിജോ, ജിൻഡോ അർജുനും ജാസ്മിനും ശ്രീതുവും. അഭിഷേകും ഋഷി ആദ്യം ഇറങ്ങി നന്നായിട്ട് കളിച്ചു. അവരാണ് ജയിച്ചത്. 1 മിനിറ്റിൽ അവർ തീർത്തു. 1 മിനിറ്റ് എത്രയോ സെക്കൻഡ്സിൽ അവർ തീർത്തു. ശശി കോംബോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവർ നന്നായിട്ട് കളിച്ചു. സിജോ സായി അതായത് 4 മിനിറ്റാണ് അവരെടുത്തത്, 26 സെക്കൻഡ്. ജിൻഡോ അർജുന് കളിക്കാനേ പറ്റിയിട്ടില്ല, അവരുടെ ടൈം അപ്പായി. അതേപോലെ തന്നെ ജാസ്മിനും ശ്രീധുവിനും അവർക്കും കളിക്കാൻ പറ്റില്ല. കുറേ നേരം ഇങ്ങനെ ആക്കി നിന്നിട്ടും കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ ബജറ്റ് തിരഞ്ഞെടുക്കുന്നതാണ്. ജാസ്മിനാണ് ഇപ്രാവശ്യം എഴുതിയത്. അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. എഴുതിയിരിക്കുന്നത് ഉപ്പ്, UPP ഉപ്പ്, പാൽ PAAL, അത് നല്ല മംഗ്ലീഷിലാണ് ജാസ്മിൻ എഴുതിയത്. ബിഗ് ബോസ് അത് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് പ്രൊമോയാണ് വന്നത്. പ്രൊമോയിൽ കൂടെ തന്നെ പ്രൊമോയിലുള്ള ടാസ്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആത്മപരിശോധനയാണ്. അതിൽ ജിൻഡോയിനെയും ശ്രീധുവിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ബിഗ് ബോസ് പറയാണ് 13ാം ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ആദ്യം തന്നെ ജിൻഡോയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈമും കൊടുത്തില്ല കേട്ടോ. ജിൻഡോനെ വിളിച്ചു. പക്ഷേ ജിൻഡോ നല്ല രസമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ, നന്നായിട്ട് ചെയ്തു. അതായത് ജിൻഡോനെ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നു. ആദ്യം തന്നെ ബിഗ് ബോസ് നമുക്കൊരു അന്തരീക്ഷം സെറ്റ് ചെയ്ത് തരും. നമ്മൾ ഓരോ വ്യക്തികളുടെ, ഇപ്പോൾ ജിൻഡോയുടെ ആണെങ്കിൽ ജിൻഡോയുടെ ഗെയിമും എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ പോയി, എങ്ങനെ എത്തി, ഇപ്പോൾ എവിടെ നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്കാണെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വേറൊരു ഫീലിലെത്തും. ഇനി അത് കഴിഞ്ഞിട്ട് പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇവിടം വരെ എത്താൻ ജിൻഡോയ്ക്ക് സാധിച്ചു. സോ ഇനി ഒരു പരിശോധനയാകാം എന്ന് പറഞ്ഞ് ജിൻഡോയെ കൊടുക്കുകയാണ്, ജിൻഡോയെ ഏൽപ്പിക്കുന്നു. പിന്നെ ജിൻഡോ അങ്ങ് തുടങ്ങി, ഒഴുക്കിനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും പറയാൻ പറ്റും, എല്ലാവർക്കും ബിഗ് ബോസ് ജേർണി പറയാൻ പറ്റും. ഫാമിലി ചെറുപ്പം തൊട്ട് ജിൻഡോ സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പാടുകൾ. അത് കഴിഞ്ഞ് ബിഗ് ബോസിലെത്തി. അത് കഴിഞ്ഞ് എല്ലാവരും മണ്ടൻ എന്ന് വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 9 പേരാണ് നോമിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ആരും ജിൻഡോനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സ്വന്തമായിട്ട് ജിൻഡോ പറഞ്ഞാണ്. പിന്നെ ടോപ്പ് 5ൽ പറയുമ്പോൾ എല്ലാവരും എൻ്റെ പേര് പറയുന്നു. ഞാൻ കള്ളനല്ല എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ഡയമണ്ട് തന്നിട്ട് ഞാൻ മോട്ടിച്ചിട്ടില്ല. നുണ പറയും, നുണ സാഹചര്യത്തിന് നമുക്കിതിന് വേണ്ടി പറയും. എല്ലാവരും പറയുന്നുണ്ട്. നുണ പറയില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും കള്ളം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ടർ ആകണം, പിന്നെ നല്ല ഒരു പെൺകുട്ടിയെ കെട്ടണം, അത് സെപ്റ്റംബറിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കെട്ടും, കാര്യം അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടുപിടിച്ച് കളിക്കേണ്ടത് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കും. നാട്ടുകാർ ആദ്യം എന്നെ ഒന്നും ഇതാക്കിയില്ല, പക്ഷേ ഇന്ന് അവനെൻ്റെ ഫ്ലെക്സ് വെക്കണമെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ കപ്പടിക്കും, കപ്പിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്നൊക്കെ ജിൻഡോ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. അടുത്ത് ശ്രീധുവാണ്, ശ്രീധുവിൻ്റെ പോയി കേൾക്കട്ടെ. നിങ്ങളും കാണുക, ലൈവിൽ നടക്കുന്നത്. ലൈവിൽ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ, 10,000-ന് താഴെയാണ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു മണി ബോക്സ് ഒന്നും ഇല്ല, ഇങ്ങനെ അങ്ങ് പോവും. ഇന്നത്തെ എപ്പിസോഡും ജിൻഡോ ജാസ്മിൻ്റെ ആ ഒരു
അടി മാത്രമാണ്, വഴക്ക് മാത്രമാണ് ഉള്ളത്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നാളെ ആയിരിക്കും മിക്കവാറും മണി ബോക്സ് വെക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.